ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉഷ ടീച്ചർ. ഒരു 65-70 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിക്കുക എന്നത് അസുലഭമായി ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ്. ഈ സമയം പരസ്പരം സ്നേഹിച്ചും ആശ്രയിച്ചും കൂട്ടുകാരെ പോലെ കഴിയേണ്ട അവസരമാണ്. പരസ്പരം തുണയാകേണ്ട സമയം. ജീവിത അവസാനം പങ്കാളിയോടൊത്ത് ജീവിക്കാൻ കിട്ടുക എന്നത് എല്ലാവർക്കും കിട്ടുന്ന അവസരമല്ല. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അത് പാഴാക്കരുത്. എന്നാൽ ചിലരെങ്കിലും അത് വേണ്ടവണ്ണം ഉപയോഗിക്കാറില്ല. പല പല ഉത്തരവാദിത്വങ്ങളും തിരക്കുകളും ഒക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ്ഡ് ആവേണ്ട സമയമാണിത്. അത് പരസ്പരം പോരടിച്ച് മുന്നോട്ട് പോകാനുള്ള ഗതികേടിലാകരുത്. ഒരു പങ്കാളി അവരുടെ പല പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ അവസരത്തെ കാത്തിരിക്കുന്നത്. അതിനുവേണ്ടി ചില ഒരുക്കങ്ങളും അവർ നേരത്തെ കൂട്ടി തന്നെ നടത്തിയിട്ടുണ്ടാവും. അതുവരെ സാധിക്കാത്ത പല ആഗ്രഹങ്ങളും സാധിക്കണമെന്നും പങ്കാളിയോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കണമെന്നും ഒക്കെ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവും. എന്നാൽ കൂടെയുള്ള ആൾ പ്രായമായി വന്നപ്പോൾ ഇതിന് വിഘാതമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും തകരും. അവരുടെ പിന്നീടുള്ള ജീവിതം നിരാശയിലായി പോകും. പങ്കാളികൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ ഈ അവസരം മനോഹരമാക്കാവുന്നതേ ഉള്ളൂ. ജീവിത സായാഹ്നത്തിലെത്തി നിൽക്കുന്ന പങ്കാളികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. 1. സ്വന്തം ഇഷ്ടങ്ങൾ പങ്കാളിയെ അടിച്ചേൽപ്പിക്കരുത്. എൻ്റെ ഇഷ്ടമായിരിക്കണം മറ്റേ ആളിൻ്റേതും എന്ന് വാശി പിടിക്കരുത്. ഉദാഹരണത്തിന്, ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. അവിടെയും 3 തരം അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. 1. രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോടുകൂടി യാത്ര പോകാൻ തീരുമാനിക്കും. 2. എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് താങ്കളും പോകണ്ട എന്ന തീരുമാനം. 3. എനിക്കിഷ്ടമല്ലെന്ന് കരുതി താങ്കൾ പോകാതിരിക്കണ്ട എന്ന മറ്റൊരു തീരുമാനം. ഇതിൽ അവസാനത്തെ 2 തീരുമാനങ്ങളും പങ്കാളിയെ വിഷമത്തിലാക്കും. ഇതിൽ എൻ്റെ അഭിപ്രായം, ഒരുമിച്ച് പോകാനുള്ള ശ്രമം നടത്തുക. ഒക്കുന്നില്ലെന്ന് കണ്ടാൽ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ നടപ്പിലാക്കുക. കാരണം ഇനി അധികകാലം നമുക്ക് ഭൂമിയിലില്ല. ഇതുപോലെയാണ് മറ്റ് ഇഷ്ടാനിഷ്ടങ്ങളിലും. നാം ചെയ്യേണ്ടത് രണ്ടുപേർക്കും കോമണായി താല്പര്യമുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിനെ ഒരുമിച്ച് പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തത്, പങ്കാളി മൂക്കത്ത് ശുണ്ടിയുള്ള ആളാകരുത്. വയസ്സാവുമ്പോൾ കുറേ ദേഷ്യങ്ങളൊക്കെ അങ്ങ് കുറയ്ക്കണം. മക്കളോടും മരുമക്കളോടും പേരക്കുട്ടികളോടും ഒക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് പോലും പങ്കാളിയിൽ വിഷമങ്ങൾ ഉണ്ടാക്കും. ഇങ്ങനെയുള്ള പെരുമാറ്റം നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതിനിടയാക്കും. നീ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവരോട് ഒത്തുചേർന്ന് പങ്കാളിയെ ഒരിക്കലും ഒറ്റപ്പെടുത്തരുത്. പങ്കാളിയെക്കുറിച്ച് മറ്റുള്ളവർ മോശമായി സംസാരിക്കുമ്പോൾ പോലും അവരോടൊത്തു ചേർന്ന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തരുത്. 3. വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. പങ്കാളിക്കും സ്പേസ്, ഫ്രീഡം, പ്രൈവസി ഇവയൊക്കെ വേണ്ടേ? ആ ഇടത്തിൽ മറ്റേ ആളിൻ്റെ ഇടപെടൽ ശരിയല്ല. അല്ലെ, പങ്കാളിയെ അമിതമായി ആശ്രയിക്കരുത്. ഏത് കാര്യത്തിനും പങ്കാളിയെ ആശ്രയിച്ചുകൊണ്ടിരുന്നാൽ പിന്നീട് ഒരിക്കലും നമുക്ക് ആ കാര്യം തനിയെ ചെയ്യാൻ കഴിയാതെ വരും. പല സമയത്തും പങ്കാളികളുടെ ഓവർ കെയറിങ് മൂലം മറ്റേ ആളിൻ്റെ പല പല കഴിവുകളും ഇല്ലാതാവാനും സാധ്യതയുണ്ട്. പങ്കാളിയെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. 5. പങ്കാളി ഒരിക്കലും ഒരു നിരുത്സാഹപ്പെടുത്തുന്ന ആൾ ആകരുത്. ഒരു എൻകറേജിങ് ആയിട്ടുള്ള പാർട്ട്ണർ ആണെങ്കിൽ ജീവിതം സുഖകരമാകും. പങ്കാളിക്ക് ചെറുപ്പകാലത്ത് സാധിച്ചെടുക്കാൻ കഴിയാത്ത പല ആഗ്രഹങ്ങളും സാധിക്കാനും കഴിയും. 6. ഭൂതത്തെ മുറുകെ പിടിക്കുന്ന ആളാകരുത്. ചിലര് പണ്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വയസ്സുകാലത്ത് പ്രതികാരം ചെയ്യാൻ മുതിരും. നീ അന്ന് എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ അമ്മ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഓർത്തു വെച്ചിരുന്ന് പ്രതികാരം ചെയ്യാൻ, അന്ന് ചെയ്യാൻ പറ്റാത്തത് ഇന്ന് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കും. അത് പങ്കാളിയിൽ മനസമാധാനക്കേടുണ്ടാക്കും. എത്ര വയസ്സായാലും പിശുക്കി ജീവിക്കുന്ന ചിലരുണ്ട്. വയസ്സുകാലത്തെങ്കിലും പണമുണ്ടെങ്കിൽ ചിലവാക്കി പങ്കാളിയെ സംതൃപ്തിപ്പെടുത്താൻ ശ്രമിക്കണം. 8. പങ്കാളിക്ക് ടെൻഷൻ നൽകുന്ന ആളാകരുത്. എത്ര സ്നേഹമുണ്ടെങ്കിലും അനവസരങ്ങളിൽ കൊടുക്കുന്ന ടെൻഷൻ വലിയ വിപത്തുക്കൾ ഉണ്ടാക്കും. അതോടെ പങ്കാളിയുടെ മനസ്സമാധാനം ഇല്ലാതാവുകയും ചെയ്യും. ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും
എൻ്റെ പങ്കാളിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് തനിയെ ചിന്തിച്ചു കളയരുത്. ഒന്നിച്ചിരുന്ന് വിലയിരുത്തണം. എൻ്റെ പ്രവൃത്തികളിൽ മനസ്സമാധാനം കെടുത്തുന്നുണ്ടോ എന്ന് പങ്കാളിയോട് ചോദിക്കാം. ഞാൻ എൻ്റെ രീതിയിൽ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തേണ്ടതുണ്ടോ എന്നും പങ്കാളിയോട് ഓപ്പണായി ചോദിക്കാം. അതിന് വേണ്ടത് ഒരു തുറന്ന ഡിസ്കഷനാണ്. ന്യൂജൻ കുട്ടികളാണെങ്കിൽ അധികം സഹിച്ചു കിടക്കാതെ ഡൈവോഴ്സ് ചെയ്യാനൊരുങ്ങും. പ്രായമായവർ സഹിച്ച് ജീവിക്കും. ഈ സഹനം എന്ന് പറയുന്നത് അവസാനം കൊണ്ട് എത്തിക്കുന്നത് ഒന്നുകിൽ ഒരു എക്സ്പ്ലോഷനിലായിരിക്കും, അതായത് പൊട്ടിത്തെറി, അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലേക്കായിരിക്കും. ഇത് രണ്ടും അപകടകരമാണെന്ന് ഓർക്കുക. അതുകൊണ്ട് പങ്കാളിയെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായി കരുതി എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവച്ച് ജീവിത സായാഹ്നം ആസ്വദിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.